പിന്നെ സംഭവം ആ തെങ്ങുണ്ടില്ലേ, ആ തെങ്ങ് 2 കൊല്ലം മുമ്പ് ഞാൻ നട്ടതാണ്. ഈ തോടുണ്ട്, ഈ തോട് അത് എന്റെ മൂത്താപ്പ വിലക്കുവാണ്. എത്ര രൂപയ്ക്ക്? അങ്ങനൊന്നുമില്ല, എത്ര റുപ്യൊന്നും എനിക്കറിയില്ല. വിലക്കണ്ട് വാങ്ങിയതാ. വിലക്കട് വാങ്ങിയെന്ന് എന്നോട് പറഞ്ഞോണ്ട് എത്ര രൂപയാണെന്ന് എന്നോട് പറഞ്ഞില്ല. എന്താ പിന്നെ അതുണ്ടോ ആ പാണ്ടിയോറി കണ്ടില്ലേ, ആ പാണ്ടിയോറി എന്റെ ഇളയപ്പൻ്റെതാണ്. അങ്ങനെ ആ പോണ ട്രാവലർ ഉണ്ടല്ലേ ജി, അതിന്റെ കുടുംബക്കാരില്ല. കസിന്റെ ഏട്ടത്തിന്റെ മോളമാണ്. അവർക്ക് എത്ര അമ്മായിമാരും ഏതാപ്പാരൊക്കെ എത്ര ഉണ്ട്? അതൊന്നും എനിക്കറിയില്ല. ഈ തെങ്ങുണ്ടില്ലേ, ഈ കാലി 500 തെങ്ങുണ്ട് എന്റെ പേരില്. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ഈ കാലി 24 വായ ഞാനായിട്ട് നട്ടു പിടിച്ചു. ഇതൊക്കെ ഉണ്ടതാ, അത് ഇത് പിന്നെ ആ കാണുന്നത് ഒക്കെ ഞാൻ നട്ടതാ. അതുണ്ടോ ഒക്കെ എന്റെ കള്ളായിട്ട് കാണുന്നു ഞാൻ പോവാ. ഒരു വാഴ വെള്ളം ആടെ നിക്കേ പറമ്പ് എന്താ ഇപ്പൊ എത്ര വാങ്ങിച്ചോ? 30 ഏക്കറ 30 ഏക്കറ കൃഷിയുണ്ട്. എനിക്കറിയാം. എത്തിയ അതിന്റെ മൂത്താപ്പന്റെ അളയമ്മന്റെ സ്ഥലം. ഇന്നെങ്ങാനും മേലാലിന്റെ അടുത്ത് ഇങ്ങനത്തെ തള്ളും കൊണ്ട് വന്ന ചേള്ളടിച്ച ഒന്നുകൂടി കാണല്ലോ, നല്ല കിട്ടി. ആ അഫ്നാൻ വെറുതെ ഒന്ന് തല്ലി പോയി. വെറുതെ ആയിക്കോളെ, അജി ഒന്നും തള്ളിട്ടുണ്ടാവൂലേ? തള്ളു എനിക്കറിയാം എന്നെ കുറിച്ച്. ഇജല്ലേ എന്നോട് പറഞ്ഞേ ആ പാറ ഫുള്ളെന്റെ വാപ്പനാണ്. അത് ഏനി പിന്നെ വിറ്റതാ. ഇന്ത്യയിലൊന്നും മൂഞ്ചി നോക്കി ബസ് ഓണടിച്ചിട്ടുണ്ട്. ഞാൻ പോയി മേലാണ് ഇമാതിരി പരിപാടി എന്റെ അടുത്ത് ചെല്ലം കുട്ടിയുടെ ഇനി വിട്ടോ. ഇന്നിപ്പോ ടോട്ടൽ എത്ര തല്ലിട്ടി? അഫ്നാന്റെന്ന് 1, ബിലാലിന്റെന്ന് 1, പിന്നെ ഫിദുവിന്റെന്ന് 4, 6. അല്ലാ ജാതി പരിപാടിക്ക് ഞാൻ ജന്മത്തിൽ